ഊശാന പെരുന്നാൾ. ഇഹലോക ജീവിതത്തിൽ ക്രിസ്തു ഒരിക്കൽ പോലും പുകഴ്ചകളോ മറ്റുള്ളവരിൽ നിന്നുള്ള അംഗീകാരങ്ങളോ ആഗ്രഹിച്ചിരുന്നില്ല. എങ്കിലും താൻ സൗഖ്യമാക്കിയ എല്ലാ രോഗികൾക്കും ക്രിസ്തു കൊടുക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്: ഇത് നിങ്ങൾ ആരോടും പറയരുത്. എന്നാൽ താൻ മരണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നിൽ നിന്ന് സൗഖ്യം ലഭിച്ച രോഗികൾക്ക് സന്തോഷസ്തുതികൾ പറയുവാനുള്ള ഒരു ദിവസം താൻ വേർതിരിച്ചു. അതാണ് ഈ മഹത്തായ ഊശാന പെരുന്നാൾ. യഹൂദന്മാർ അത്ഭുതങ്ങൾ കണ്ടിട്ടും അവനെ ദൈവപുത്രനായി അംഗീകരിച്ചില്ല. എന്നാൽ ജാതികളും മറ്റുള്ളവരും സമൂഹം തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തെ യെരുശലേമിൽ സന്തോഷപൂർവ്വം വിളിച്ചു പറഞ്ഞത് ഈ ഊശാന പെരുന്നാളിലാണ്. ദാവീദ് പുത്രൻ ഊശാന, അത്യുന്നതങ്ങളിൽ ഊശാന എന്ന് പറയുന്ന മനോഹര ഗീതങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യം നൽകിയ ആ നാഥന് വേണ്ടി തുറന്നു പറയുവാൻ യഹൂദന്മാരുടെ മുമ്പാകെ അവർക്ക് സാധിച്ചു. വലിയ ശബ്ദത്തിൽ ജനങ്ങൾ സ്തുതികൾ ഉച്ചരിച്ച വലിയ ദിനമായി ഊശാന പെരുന്നാളിനെ കാണണം. ശിശുക്കളുടെയും സ്ത്രീ പുരുഷന്മാരുടെയും വാകളിൽ നിന്ന് സന്തോഷത്തിൻ്റെ സ്തോത്രസ്തുതികൾ ഉയർന്ന ദിവസമാണിത്. ദൈവത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹത്തെ സമൂഹത്തോട് വിളിച്ചു പറയുന്ന ശ്രേഷ്ഠ ദിനമായി ഊശാന പെരുന്നാളിനെ നാം മനസ്സിലാക്കണം. മാലാഖമാർ സ്വർഗീയ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവം സ്തുതിക്കുന്ന ദൈവപുത്രനെ ഭൂമിയിൽ വച്ച് അവൻ്റെ സൃഷ്ടിയിലൂടെ ലഭിച്ച സന്തോഷത്തെ ശ്രേഷ്ഠ ദിനമായി ഈ ഊശാന പെരുന്നാളിനെ കാണണം. മാലാഖമാർ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ ദൈവവും മുമ്പാകെ പറയുവാൻ ഈ ഭൂമിയിൽ വച്ച് ജനങ്ങൾക്ക് ലഭിച്ച, താൻ സൗഖ്യം കൊടുത്തവർക്ക് ലഭിച്ച അനുഗ്രഹീത ദിവസമായി നാം ഇതിനെ വായിക്കണം. ക്രിസ്തു ഈ പെരുന്നാളിൽ ലാളിത്യത്തിൻ്റെ പ്രതീകമായ കഴുതയാണ് വാഹനമായി സ്വീകരിച്ചത്. രാജകീയ വാഹനമായ കുതിര കാലഘട്ടത്തിൽ പ്രസക്തിയുള്ളതാണെങ്കിലും ക്രിസ്തു സ്വീകരിച്ചത് കഴുതയെ വാഹനമാക്കി സ്വീകരിക്കുക, അതിലൂടെ അവൻ്റെ വഴികളിൽ സഞ്ചരിക്കുന്ന വിനീതദാസന്മാരായിരിക്കണമെന്ന അറിവിനെ വെളിപ്പെടുത്തുകയാണ്. നാം ഓരോരുത്തരും അവനു വേണ്ടി ക്ഷണിക്കപ്പെടുന്ന ദൈവിക ശുശ്രൂഷകരാകുവാനുള്ള ആഹ്വാനമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ നാം വായിക്കേണ്ടത്. ശിശുക്കൾ അവരുടെ വായിൽ നിന്ന് ഉച്ചരിക്കുന്ന സ്തുതിവചനങ്ങൾ നിമിത്തം യഹൂദന്മാർ അതിനോട് അസൂയപ്പെടുകയാണ്, അതിന് തടസ്സപ്പെടുത്തുവാനായി ശ്രമിക്കുന്നു. ആ സമയത്ത് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ആ ബാലന്മാരുടെ വായുകളിൽ വരുന്ന സ്തോത്രസ്തുതികളെ ഇല്ലാതാക്കിയാൽ, ക്രിസ്തു പ്രഖ്യാപിക്കുകയാണ്, നിങ്ങൾ മറച്ചുവെച്ച സ്തുതികൾ പറയുവാൻ ഈ പ്രപഞ്ചം കാത്തിരിക്കുന്നു എന്ന വാക്കുകളാണ് ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്നതിലൂടെ നാം വായിക്കേണ്ടത്. അതുകൊണ്ട് ശിശുക്കളുടെ വായിൽ നിന്ന് വരുന്നതും രോഗസൗഖ്യം ലഭിച്ചവർക്ക് അവരുടെ ആനന്ദം പറയുവാൻ കൊടുത്ത ഈ മഹത്തായ ദിവസത്തെ യഹൂദന്മാരായി നിങ്ങൾ തടയുവാൻ ശ്രമിച്ചാൽ ഈ പ്രപഞ്ചത്തിലെ ഓരോ കല്ലുകളും ക്രിസ്തു ദൈവപുത്രനെന്ന് ആർത്തു വിളിച്ചു പറയുന്നത് നിങ്ങൾ കേൾക്കുമെന്ന് യഹൂദന്മാരോട് അവൻ സംസാരിക്കുകയാണ്. ഇനിയുമുള്ള സ്വർഗീയ സന്നിധിയിൽ വെള്ള നിലയങ്കി ധരിച്ചുകൊണ്ട് മാലാഖമാരോടുകൂടെ ചേർന്ന് പ്രാർത്ഥന നടത്തുന്ന മനുഷ്യരുടെ ഒരു വലിയ ദിവസത്തിൻ്റെ യഥാർത്ഥമായ വെളിപ്പെടുത്തൽ കൂടെയാണ് ഈ ഊശാന പെരുന്നാൾ. താൻ വാനമേഘങ്ങളിൽ വന്ന് രണ്ടാമത്തെ ആ വലിയ സ്വർഗീയ സന്നിധിയിലേക്ക് നമ്മെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ വെള്ള നിലയങ്കി ധരിച്ചുകൊണ്ട് കുരുത്തോലകൾ പിടിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ആ ദിവസത്തിൻ്റെ ഒരു പ്രതീകാത്മകമായ ചിത്രമാണ് ഇന്ന് യെരുശലേമിലേക്കുള്ള തൻ്റെ കഴുതയുടെ പുറത്തുള്ള യാത്രയിൽ ബാലന്മാരും തനിക്ക് സൗഖ്യം നൽകിയ ജനസമൂഹവും തട്ടഹസിച്ച് പറഞ്ഞതായി നാം വായിക്കണം. സ്വർഗീയ സന്നിധിയിൽ അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആ മഹത്വത്തിൻ്റെ അങ്കി ലഭിക്കുമെന്നും അത് അവിടെ തട്ടഹസിച്ച് ദൈവത്തെ പുകഴ്ത്തുമെന്നുള്ള ഒരു ദിവസത്തിൻ്റെ പ്രതീകമായിട്ട് കൂടി നാം ഈ ഊശാന പെരുന്നാളിനെ വായിക്കുവാൻ തയ്യാറാകണം.
അതിനായി നമുക്കൊരുങ്ങാം. കുരുത്തോലകൾ പിടിച്ചുകൊണ്ട് തനിക്ക് സൗഖ്യം ലഭിച്ച മനുഷ്യരോടൊപ്പം ആ വലിയ കഷ്ടാനുഭവത്തിലേക്ക് പ്രവേശിച്ച് ദൈവസന്നിധിയിൽ ആ പുനരുത്ഥാനം കാണുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഊശാന, ഊശാന, ദാവീദിൻ